ഹായ് എവരിവൺ. വിജയികളായവർക്ക് ജൂലൈ 2024 നടന്ന പരീക്ഷയിലെ വിജയികൾക്ക് എങ്ങനെ സെറ്റ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾക്കിവിടെ വന്നു കഴിയുമ്പോൾ കാണാനായിട്ട് സാധിക്കും ക്ലിക്ക് ഹിയർ ടു ഗെറ്റ് ദ റിസൾട്ട്. സെർച്ച് ചെയ്യേണ്ട വെബ് വിലാസം LBS ജൂലൈ 2024 ഗൂഗിൾ ചെയ്താൽ മതി, നിങ്ങൾക്കിത് കാണാനായിട്ട് പറ്റും. ഇവിടെ പാസ്ഡ് കാൻഡിഡേറ്റ്സിൻ്റെ കാര്യമൊക്കെ കാണാം. സെറ്റ് സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടും എന്നുള്ളത് ഇൻസ്ട്രക്ഷൻസ് നോക്കാനായിട്ടൊരു ലിങ്ക് വരും. ആ ലിങ്കിലേക്ക് പോവുക. എന്നിട്ട് ഒരു അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് ഒക്കെ കൊടുത്തിട്ട് വേണം ഡൗൺലോഡ് ചെയ്യാൻ. അതിനു മുമ്പ് ഈ നിർദ്ദേശങ്ങൾ വായിക്കാനും പറഞ്ഞിട്ടുണ്ട്. റോൾ നമ്പർ കൊടുക്കുക, സബ്ജക്റ്റ് കൊടുക്കുക, ഡിസ്ട്രിക്റ്റ് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാം. സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, അതിലെ കോളങ്ങൾ കൃത്യമായിട്ട് വായിച്ച് ഫില്ല് ചെയ്യാം. ആ സംഭവം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അതുപോലെ ഫസ്റ്റ് ഇയറിലായിട്ടുള്ളവർക്ക് സെറ്റ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാനേ പറ്റില്ല. സെക്കൻഡ് ഇയറിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിലൊരു ഡിക്ലറേഷൻ കൊടുക്കണം. ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഡിക്ലറേഷൻ നൽകിയിട്ടുണ്ടാവും, അത് ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അതുകൂടി കാണാൻ സാധിക്കും. നോക്കിക്കോളൂ. സെറ്റ് ജൂലൈ 2024 പാസ്സായവർക്കുള്ള ഡിക്ലറേഷൻ ആണ്. ഇവിടെ 28/7 കണ്ടക്ട് ചെയ്തത്. റിസൾട്ട് സെപ്റ്റംബർ 3 പബ്ലിഷ് ചെയ്തു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. Name and address. Hereby declare that I was a student of final year PG B.Ed course during period of submission of application. 16/3/2024 30/4/2024 ഇടയിൽ നിങ്ങൾ അവിടെ സെക്കൻഡ് ഇയർ പഠിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് സിഗ്നേച്ചർ ഓഫ് ദി കാൻഡിഡേറ്റ്, അപ്പം നിങ്ങളുടെ പേരും ഡീറ്റെയിൽസുമാണ് കൊടുക്കേണ്ടത്. ഐ വാസ് എ സ്റ്റുഡൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അത് പ്രിൻസിപ്പൾ അക്സെപ്റ്റ് ചെയ്യുകയും ഓഫീസിൽ വെക്കുകയും ഡേറ്റ് ഇട്ട് കൊടുക്കുകയും വേണം. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇനി ഈ ഫോം കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്ത് ആ ഡീറ്റെയിൽസ് വാങ്ങി ഈ 2 കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യാനുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. അതിനോട് കൂടെ എന്തൊക്കെ ഡോക്യുമെന്റുകൾ അറ്റാച്ച് ചെയ്യണം എന്നുള്ളതാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏതൊക്കെയാ 2 കാര്യങ്ങൾ? സെക്കൻഡ് ഇയറിൽ പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ ഡിക്ലറേഷൻ ഫോം വേണം. അതുപോലെ ആപ്ലിക്കേഷൻ ഫോം സെറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ വെക്കണം. നിങ്ങൾ കോഴ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഫോം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം വേണ്ട സംഭവങ്ങളാണ് എൻക്ലോസ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ്. ഒറിജിനലും കോപ്പികളുമുണ്ട്. ആദ്യം കോപ്പികൾ വെക്കേണ്ടത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണെന്ന് നമുക്ക് നോക്കാം. റെലവൻറ്റ് പേജസ് ഓഫ് ദി SSLC ബുക്ക്, നെയിമും ഡേറ്റ് ഓഫ് ബർത്തും. ഇപ്പോൾ എല്ലാവർക്കും SSLC കാർഡാണ്, ഒറ്റയൊരു ഷീറ്റേ ഉള്ളൂ, അതിൻ്റെ ഒരു കോപ്പി വെക്കുക. പ്രൊവിഷണൽ അല്ലെങ്കിൽ ഒറിജിനൽ മാർക്ക് ലിസ്റ്റും ഗ്രേഡ് ഷീറ്റും എല്ലാം വേണം എന്നുള്ള കാര്യം ഓർക്കുക. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എക്സാമിൻ്റെ എല്ലാവരും PG പാസ്സായിട്ടുണ്ടാവണം. PG പാസ്സായി കഴിഞ്ഞിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങളിപ്പോൾ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് മാത്രം 1 വർഷം സമയമുണ്ട് സെറ്റ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ. ആ 1 വർഷത്തിനുള്ളിൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോഴേക്ക് അപ്ലൈ ചെയ്താൽ മതി. ആ ഡിക്ലറേഷൻ ഫോം ഒക്കെ ഇപ്പോഴേ ഫില്ല് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഓർക്കുക. പിന്നെ സർട്ടിഫിക്കറ്റ് പ്രൊവിഷണൽ ഓർ ഒറിജിനൽ ഏതുമാവാം. ആൻഡ് മാർക്ക് ലിസ്റ്റ് ഓഫ് B.Ed ഡിഗ്രി. ഇപ്പോൾ കൊമേഴ്സുകാർക്കൊന്നും B.Ed ആവശ്യമില്ല, അതുപോലെ ഗാന്ധിയൻ സ്റ്റഡീസിന് ആവശ്യമില്ല. അങ്ങനത്തെ ചില സബ്ജക്റ്റുകൾക്ക് B.Ed വേണ്ടാത്തവരുണ്ട്. അത് B.Edൻ്റെ സർട്ടിഫിക്കറ്റുകളൊന്നും നിങ്ങളപ്പോൾ അറ്റാച്ച് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് PG മാത്രം മതിയാവും. റെക്കഗ്നീഷൻ ആൻഡ് ഇക്വലൻസി, ഇത് ആർക്ക് വേണ്ടിയിട്ടാ? യൂണിവേഴ്സിറ്റീസ് ഔട്ട്സൈഡ് കേരള, കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കേരളത്തിനുള്ളിലുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റെക്കഗ്നീഷൻ സർട്ടിഫിക്കറ്റും ഇക്വലൻസി സർട്ടിഫിക്കറ്റും വാങ്ങണം. ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ LBSൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ നൽകിയിട്ടുണ്ട്, അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഇൻ കേസ് ദോസ് ഹു ഹാവ് പാസ്ഡ് ദ ക്വാളിഫയിങ് എക്സാം. ഇത് ക്ലോസ് 2.2 ഓഫ് പ്രോസ്പെക്ടസ്, ഇത് നമ്മൾ ആദ്യം കാണിച്ച വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതിൽ പറയുന്ന MSc ഫിസിക്സ് കെമിസ്ട്രിക്ക് പകരം അപ്ലൈഡ് ഫിസിക്സ് എന്നോ അല്ലെങ്കിൽ അപ്ലൈഡ് ബയോളജി എന്നോ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സാണ് നിങ്ങൾ MSc ചെയ്തതെങ്കിൽ ആ കോഴ്സ്
നമ്മുടെ ക്ലോസ് 2.2 പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ സബ്ജക്റ്റുകളുടെ പേരല്ലെങ്കിൽ ഈ 2 കോഴ്സും തുല്യമാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കൂടി, ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങി വെക്കണം. അത് അങ്ങനെ വ്യത്യസ്തമായ കോഴ്സ് ചെയ്തവർക്കാണ്. അല്ലാതെ MSc ഫിസിക്സ്, MSc കെമിസ്ട്രി ഒക്കെ ചെയ്തവർക്ക് മറ്റൊന്നും ആവശ്യമില്ല, ഇതിൻ്റെ ആവശ്യമില്ല. അതുപോലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് സർട്ടിഫിക്കറ്റ് വേണം. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഇനി ഒറിജിനൽ വേണ്ടത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇൻ കേസ് ഓഫ് SC/ST സ്റ്റുഡൻസ്. ആ കാറ്റഗറി പെട്ടവർക്ക് മാത്രമാണ് ഒറിജിനൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ OBC NCL ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റും അതിൻ്റെ ഡേറ്റ് റേഞ്ച് കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴേ പറഞ്ഞിട്ടുള്ളതാണ്. 17/3/2023 5/5/2024 ഇടയിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഉപയോഗിച്ച അതേ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഈ ഡേറ്റ് റേഞ്ചിൽ ഉള്ളതല്ലെങ്കിൽ കൺസിഡർ ചെയ്യില്ല എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫൈനൽ ഇയർ BEd PG സ്റ്റുഡൻസ് ആയിരുന്നെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ ആ സർട്ടിഫിക്കറ്റിൻ്റെയും ഡിക്ലറേഷൻ്റെയും ഒറിജിനൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ക്ലെയിമുകൾ ഉണ്ടെങ്കിൽ SC/ST ആണ്, OBC NCL ആണ്, അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആയിരുന്നെങ്കിൽ മാത്രമേ ഒറിജിനൽസ് ഉള്ളൂ. അല്ലെങ്കിൽ ഈ ഡോക്യുമെൻറ്റുകൾ എന്തൊക്കെ അപ്ലിക്കബിൾ ആണോ അത് മാത്രം എടുക്കുക. സെറ്റ് സർട്ടിഫിക്കറ്റും കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് സെറ്റ് സർട്ടിഫിക്കറ്റിനുള്ള അപ്ലിക്കേഷനും കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് വെക്കുക. എന്നിട്ട് ചെയ്യേണ്ട കാര്യമോ, ഒരുപാട് പേർക്ക് ഡൗട്ട്, ഇത് പല ആവർത്തി പറഞ്ഞ കാര്യമാണെങ്കിൽ പോലും സെൽഫ് അഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു A4 ക്ലോത്ത് ലൈൻഡ് എൻവലപ്പ്, ഒരു പച്ച കളറിലൊക്കെ ഞങ്ങളുടെ നാട്ടിൽ കിട്ടുന്നത്. ആ കവർ തുറന്നാൽ കാണാം അതിൻ്റെ ഉള്ളിൽ ഒരു തുണി ഒട്ടിച്ച പോലെ ക്രിസ് ക്രോസ് ആയിട്ട് ഒരു ലൈനിങ് കൂടി കാണും. മഴ നനഞ്ഞോ പെട്ടെന്ന് കയറി പോവാതെയോ ഇരിക്കാനായിട്ടാണ്. അത് സെൽഫ് അഡ്രസ്ഡ് ആയിരിക്കണം. അതായത് നിങ്ങൾ ഒരു കവർ എടുക്കുക, A4 കവർ, അതിൽ നിങ്ങളുടെ ഫ്രം ടു അഡ്രസ്സൊക്കെ ഇവിടെ എഴുതുക, 40 രൂപയുടെ സ്റ്റാമ്പ് നിങ്ങൾ ഒട്ടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ കവർ എടുത്ത് മറ്റൊരു കവറിൻ്റെ ഉള്ളിലിടുക. ഈ കവർ വേണം, പ്ലസ് ഈ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള എന്തൊക്കെയാണോ അതെല്ലാം കൂടി എടുക്കുക. എന്നിട്ട് ഇതിനേക്കാൾ വലിയൊരു കവറിൻ്റെ ഉള്ളിൽ ഇടുക. വലിയൊരു കവർ എന്ന് പറയുമ്പോൾ 2 ക്ലോത്ത് ലൈൻഡ് A4 കവർ വാങ്ങിച്ചിട്ട് നമ്മൾ ഈ സ്റ്റാമ്പ് ഒട്ടിച്ചതിനെ 2ആയിട്ട് മടക്കി ഇതിൻ്റെ ഉള്ളിൽ കയറ്റി ഇട്ടാലും മതി. A4 വലിപ്പമാണല്ലോ ബാക്കി പേപ്പറുകൾക്കെല്ലാം. അപ്പം നമ്മുടെ ഡോക്യുമെൻറ്റുകളും 40 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച നിങ്ങളുടെ പേരെഴുതിയ കവറും പലർക്കും സംശയം ഉള്ളതുകൊണ്ടാട്ടോ വിശദമായിട്ട് പറയുന്നത്. ബോറടിക്കുന്നവരുണ്ട്, ക്ഷമിക്കുക. ഇതെല്ലാം കൂടി ഒരുമിച്ച് ടു ദി ഡയറക്ടർ LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, എക്സ്ട്രാ പോലീസ് റോഡ്, നന്ദാവനം, പാളയം, ട്രിവാൻഡ്രം 695033 എന്നുള്ളതിലേക്ക് അയക്കുക. പിന്നെ ഒരു 6 മാസം മുതൽ 1 വർഷം വരെ നിങ്ങൾ അനങ്ങാതെ കാത്തിരിക്കുക. നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ദിവസം ഈ നമ്മൾ കൊടുത്ത കവറിൻ്റെ ഉള്ളിൽ സെറ്റ് സർട്ടിഫിക്കറ്റ് ഇട്ട് LBS സെൻറ്ററിൽ നിന്ന് അയച്ചു തരും. നമുക്കത് കിട്ടും. അപ്പോൾ അത് തുറന്നു നോക്കുക, ആഹാ സന്തോഷിക്കുക. ഇത്രയാണ് സെറ്റ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്ത് കിട്ടാനുള്ള പ്രൊസീജിയർ. ക്ലിയർ ആയി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. സ്പെസിഫിക് ആയിട്ട് ഒഫീഷ്യലായിട്ട് ഇക്വലൻസി റെക്കഗ്നീഷൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ച് ചോദിക്കുക. അപ്പോൾ നല്ല ഒരു ഭാവി, അടുത്തൊരു ഗവൺമെൻറ് ജോലിയിലേക്ക് തന്നെ നിങ്ങൾക്ക് കയറാൻ സാധിക്കട്ടെ. അതിനുള്ള ട്രെയിനിങ്ങുകൾ I+ ഓഫർ ചെയ്യുന്നുണ്ട്. കോഴ്സ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളോട് ചെക്ക് ചെയ്യാം. നല്ലൊരു ജോലി കൂടെ വേഗം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.